കാട്ടുതീ പടരാതിരിക്കാൻ ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കി തീ കെടുത്തുന്ന അഗ്നിശമന രീതിയാണ് സ്റ്റാർവേഷൻ. ഇന്ധനം, ഓക്സിജൻ, താപം എന്നിവ കൂടാതെ തീ പടർന്നു പിടിക്കാൻ കാരണമാകുന്ന നാലാമത്തെ ഘടകമാണ് ചെയിൻ റിയാക്ഷൻ. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് താപധാരിത. 1 കിലോഗ്രാം വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ജൂൾ അല്ലെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ അല്ലെങ്കിൽ 4200 കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ചൂട് വ്യാപിക്കുന്നത് ഏത് മാർഗം വഴിയാണ്? സംവഹനം, കൺവെക്ഷൻ. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവ് 1 കലോറി. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകമോ വാതകമോ വായുവുമായി ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട ഊഷ്മാവ് ഫ്ലാഷ് പോയിന്റ്. ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദ്രവീകരണം അല്ലെങ്കിൽ മെൽറ്റിംഗ്. അയഡിൻ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഖരം ദ്രാവകമായി മാറുന്ന ഊഷ്മാവാണ് ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. കത്തിയാൽ ചാരമോ കരയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെ പറയുന്ന പേരാണ് ക്ലാസ് എ ഫയർ. ലോഹങ്ങളിൽ ഏതു രീതിയിലാണ് താപത്തിൻ്റെ വ്യാപനം നടക്കുന്നത്? ചാലനം. ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് ഡോക്ടർ ഫ്രെഡറിക് വോൺ എസ്മാർക്ക്. തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിനു മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്ന പ്രതിഭാസമാണ് പൂൾ ഫയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്